ശരിക്കും കുറച്ച് വിഷമത്തിലാണ് ഈ വർഷം പോർട്ട്ഫോളിയോ ആൻഡ് PNL റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. മാർക്കറ്റ് ഒക്കെ ആകെ മോശം അവസ്ഥയിലാണ്. 2 വർഷം മുമ്പ് എവിടെയായിരുന്നു നിഫ്റ്റി, ഇപ്പോഴും ഏറെക്കുറെ അവിടെയൊക്കെ തന്നെയാണ്. റിട്ടേൺസ് ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലും നിഫ്റ്റി റെഡിൽ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പലതും പറഞ്ഞു വരുത്തുന്നുണ്ട്. ആശാൻ നഷ്ടത്തിലാണ്, പൈസയൊക്കെ പോയി ട്രേഡിംഗ് നിർത്തി, സെബി പിടിച്ച് ബാൻ ചെയ്തു, ഇങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ പബ്ലിക്കായി ഫൈനാൻഷ്യൽ ഇയർ എൻഡിൽ വന്ന് ആ ഫൈനാൻഷ്യൽ ഇയറിലെ എന്റെ ട്രേഡിംഗ് പെർഫോമൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും കാണിക്കുന്ന 5ാമത്തെ വർഷമാണിത്. ഈ കാണിച്ച എല്ലാ വർഷങ്ങളിലും നിഫ്റ്റിയെ അതിശക്തമായി ഞാൻ ബീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ യെസ് നമുക്ക് കാണാം, വിശദമായി തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദി നെയിം ഈസ് ഷാരിഷ് ശംസുദ്ദീൻ. വെൽക്കം ടു ഫൈനാൻഷ്യൽ ഇയർ പോർട്ട്ഫോളിയോ പെർഫോമൻസ് റിവ്യൂ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിലെ പോർട്ട്ഫോളിയോയുടെയും ട്രേഡിംഗിന്റെയും പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഓവറോൾ ജീവിതത്തിന്റെ തന്നെ ഒരു റിവ്യൂ പെട്ടെന്നൊന്ന് പറയാം. കുറെ അധികം നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമാണ്. എന്നാൽ ഫൈനാൻഷ്യൽ ഇയർ തീരാനായപ്പോഴേക്കും മാർച്ചിൽ ഒരു വളരെ മോശം കാര്യവും സംഭവിച്ചു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ജീവിതം. അതാണ് ആദ്യം കുറച്ച് വിഷമവും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് എങ്കിൽ ഏറ്റവും ആദ്യം ഹെൽത്തിൽ കുറെ ശ്രദ്ധിച്ച് ബെറ്റർ ആക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത് എടുത്തു പറയേണ്ട നല്ലൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഒരു വലിയ വിഷമം അതായിരുന്നു, കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കൂടുതൽ വീഡിയോസ് ചെയ്തു. പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ഒരു ഫുൾ ബ്ലോൺ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സീരീസ് ചെയ്തു. അതിശക്തം പോഡ്കാസ്റ്റ് വേറെ ലെവലിൽ നമ്മൾ അതിശക്തമാക്കി. അതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ശ്രദ്ധിച്ച് വളരെ കൺസിസ്റ്റന്റ്ലി റീലുകൾ പോസ്റ്റ് ചെയ്ത് അവിടെയും ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി ഇതെല്ലാം അല്ലാതെയും വേറെയും വളരെ നന്നായി നടന്നൊരു സംഭവം എൻട്രി ഫിൻഅക്കാഡമിയുമായി നടത്തിയ പാർട്ണർഷിപ്പാണ്. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സസ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അത് 2022 തന്നെ ഞാൻ നിർത്തിയിരുന്നു. എന്നാലും നിങ്ങളുടെ ഇടയിൽ കുറേയധികം ആൾക്കാർക്ക് സ്ട്രക്ചേർഡായി ഹാൻഡ് ഹോൾഡിങ്ങോട് കൂടി നേരിട്ട് മെന്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗും ട്രേഡിംഗും പഠിക്കണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളിൽ പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും മറ്റും പോയി പഠിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൽ തന്നെ അത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തി അവരുമായി എന്തുകൊണ്ട് പാർട്ട്ണർ ചെയ്ത് അവരെ നിങ്ങളിലേക്ക് എത്തിച്ചുകൂടാ എന്ന്. അങ്ങനെയാണ് മാസങ്ങളോളം സംസാരിച്ച് അലൈൻ ആയിട്ട് എൻട്രി ഫിൻഅക്കാഡമിയുമായി ഞാൻ പാർട്ട്ണർ ചെയ്തത്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ജോയിൻ ചെയ്യുന്ന എല്ലാ ബാച്ചിലെ കുട്ടികൾക്കും എന്റെ ഒരു സ്പെഷ്യൽ സെഷനും എല്ലാ മാസവും എല്ലാ ബാച്ചിലെ കുട്ടികൾക്കുമായി ഒരു കോമൺ മന്ത്ലി ജനറൽ സെഷനും ഞാൻ നടത്തി വരുന്നുണ്ട്. ഒരു ഫിസിക്കൽ മീറ്റപ്പും എറണാകുളത്ത് വെച്ച് നടന്നു. കുറെ നാളുകൾക്ക് ശേഷം ട്രേഡിംഗും ഇൻവെസ്റ്റിംഗും പഠിക്കുന്ന ആൾക്കാരുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു. മുന്നിലേക്കും അതിശക്തമായ പല കാര്യങ്ങളും എൻട്രി ഫിൻഅക്കാഡമിയുമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗും ട്രേഡിംഗും സീരിയസ് ആയി സ്ട്രക്ചേർഡ് ആയി പഠിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ട് എങ്കിൽ എൻട്രി ഫിൻഅക്കാഡമി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ്ലി ജീവിതത്തിൽ നല്ലതായി നടന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും അവസാനം മോശമായി എന്ന് പറഞ്ഞത് എന്തായാലും ട്രേഡിംഗും ഇൻവെസ്റ്റിംഗും തന്നെ ആയിരിക്കില്ലേ? എന്നാൽ ഒരിക്കലുമല്ല. ഇപ്പോ ഉടനെ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് പോലെ അതൊക്കെ അതിശക്തമായി തന്നെയാണ് ഈ കഴിഞ്ഞ വർഷവും എപ്പോഴത്തെ പോലെയും നടന്നത്. എന്നാൽ മോശമായത് മറ്റൊരു കാര്യമാണ്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. അപ്പൊ കുറച്ച് ജീവിതമൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിന്റെ എന്റെ പോർട്ട്ഫോളിയോ പെർഫോമൻസും ട്രേഡിംഗ് PNL നോക്കാം. അതിനായി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ കാണാൻ പറ്റുന്ന പോലെ ഫൈനാൻഷ്യൽ ഇയർ 25-26 ഒരു ഓവറോൾ പോർട്ട്ഫോളിയോ പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും പറയാറുള്ള എല്ലാ ഡിസ്ക്ലൈമറും ഇവിടെയുണ്ട്. എന്റെ പോർട്ട്ഫോളിയോയും അതിലെ സാധനങ്ങളും എല്ലാം കാണും. ഇതൊന്നും അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അപ്പോൾ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഡെക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡെക്കിലാണ് എല്ലാ വിഷയങ്ങളും ഉള്ളത്. അപ്പോൾ ഈ ഡെക്ക് ഉണ്ടാക്കിയതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ഇപ്പൊ AI ഒക്കെ ഉള്ള കാലഘട്ടമാണല്ലോ. അപ്പൊ ഞാൻ ക്ലോഡ് AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്ലോഡിലേക്ക് ഞാൻ എന്റെ CDSL അയച്ചു തരുന്ന കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതുപോലെ ഞാൻ ആക്റ്റീവായി യൂസ് ചെയ്യുന്ന എല്ലാ ബ്രോക്കേഴ്സിന്റെയും PNL സ്റ്റേറ്റ്മെന്റ്, ലെഡ്ജർ, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓർഡറിന്റെ ഡോക്യുമെന്റ്സ് ഇതെല്ലാം കയറ്റി കൊടുത്തിട്ട് എനിക്ക് ഇതുപോലൊരു പോർട്ട്ഫോളിയോ പെർഫോമൻസ് ഡെക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അത് പ്രകാരമുള്ള ഡെക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ പെർഫോമൻസ് അല്ല, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ തന്നെ പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ പെർഫോമൻസ് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു അത് വെച്ചിട്ടാണല്ലോ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റിന്റെ പെർഫോമൻസ് തന്നെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 തന്നെ -5% ആണ്. നിഫ്റ്റി 500 -2.58% ആണ്.
നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് -4.93% ആണ്. നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് മാത്രം കുറച്ചൊന്ന് പോസിറ്റീവിലുണ്ട്, 2.77% അപ്പാണ്. അപ്പൊ അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കാനാണെങ്കിൽ ഇതേ വർഷം മാർക്കറ്റ് മോശമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇവന്റുകളാണ് മാർക്കറ്റിൽ നടന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇവിടെ കാണുന്ന പോലെ നിഫ്റ്റി കഴിഞ്ഞ വർഷം തുടങ്ങിയത് നിയർലി ഒരു 23,200 അറൗണ്ട് ആയിരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ആയപ്പോഴേക്കും 26,350 എന്നുള്ള ഓൾ ടൈം ഹൈ പോലും ഈ ഫൈനാൻഷ്യൽ ഇയറിലാണ് അടിച്ചത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും എന്താ പറയാ, മാർച്ച് ഒക്കെ ആയപ്പോഴേക്കും ഇറാൻ US വാർ ഒക്കെ സംഭവിച്ചപ്പോൾ വലിയൊരു ഫോൾ സംഭവിച്ചിട്ട് വർഷാവസാനം ആയപ്പോഴേക്കും നിഫ്റ്റി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നോക്കാനാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ക്വാർട്ടറിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നിരുന്നു. അതുപോലെ തന്നെ ടാരിഫ് വാർ എന്നുള്ള വലിയൊരു വിഷയം അതും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു കാര്യം സംഭവിച്ചത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സംഭവിച്ചതാണ്. വളരെ നല്ല രീതിയിൽ 5.5% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടന്നുകൊണ്ട് അതിനുശേഷം മാർക്കറ്റിൽ ഒരു റാലി നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി പോയത്. അതിനുശേഷം ജനുവരിയിൽ ഡോളറിന് അഗേൻസ്റ്റ് റുപ്പി ഭയങ്കര വീക്ക് ആയപ്പോൾ റെക്കോർഡ് ലോയിലേക്ക് പോയപ്പോൾ FIIs പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നിഫ്റ്റി താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞതുപോലെ US ഇറാൻ വാർ കൂടി സംഭവിച്ചപ്പോൾ നിഫ്റ്റി റെഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. മാർക്കറ്റിന് പൊതുവെ വളരെ മോശം ഒരു വർഷമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി പോലും -5%ലാണ്. അപ്പോൾ എന്റെ പെർഫോമൻസ് എന്താണ്? അതാണല്ലോ അറിയേണ്ടത്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അതാണ്. ഇതാണ് എന്റെ പെർഫോമൻസ്. ഫൈനാൻഷ്യൽ ഇയർ 2025-26 എന്റെ ഓവറോൾ ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കുന്ന റിട്ടേൺസ് 18.27% ആണ്. അഗെയിൻ നിഫ്റ്റി 5% ഡൗൺ ആയപ്പോൾ ഞാൻ 18% അപ്പാണ്. റിട്ടേൺസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഡ്രോ ഡൗൺ റിസ്കിനെ പറ്റി കൂടി സംസാരിക്കണം. നിഫ്റ്റിയുടെ മാക്സിമം ഡ്രോ ഡൗൺ ഉണ്ടായിരുന്നത് -15% ആണ്. എന്റെ മാക്സിമം ഡ്രോ ഡൗൺ അതിന്റെ നിയർ പകുതി മാത്രമേ ഉള്ളൂ, 8% മാത്രമേ ഉള്ളൂ. അതായത് എന്റെ ഓവറോൾ അക്കൗണ്ടിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ നിഫ്റ്റിനേക്കാളും മച്ച് ബെറ്റർ റിട്ടേൺസും ഉണ്ട്, വളരെ കുറവ് റിസ്ക്കും ഉള്ളൂ, അല്ലെങ്കിൽ റിസ്ക്കും കുറവാക്കി വെക്കാൻ എനിക്ക് പറ്റി എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസിനേക്കാളും എത്ര ബെറ്റർ ആണ് എന്റെ പെർഫോമൻസ് എന്നുള്ളതാണ്. ആ ആൽഫ നിയർലി 23% എന്റെ പെർഫോമൻസും നിഫ്റ്റിയുടെ പെർഫോമൻസും ഗ്രാഫിക്കലിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, മാർക്കറ്റ് ഇത്ര മോശമായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ പെർഫോമൻസ് ഇത്ര നന്നാക്കാൻ പറ്റി എന്നുള്ളത്. ഈ വിഷയം ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ളതാണ്. നമ്മളിപ്പോ ഇലക്ഷന്റെ സമയത്തൊക്കെ പറയുന്ന പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, എന്റെ ഒരൊറ്റ ക്യാപിറ്റല് 2 പണി എടുപ്പിക്കാറുണ്ട്. എന്റെ ഒരു ക്യാപിറ്റലിൽ ഞാൻ പല അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ അസറ്റ്സിനെ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ആ പ്ലെഡ്ജിങ്ങിൽ നിന്ന് കിട്ടുന്ന മാർജിൻ കൊണ്ട് ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാറുണ്ട്, ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാറുണ്ട്. ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 2 എഞ്ചിനുകൾ ഉള്ളത് കൊണ്ടും ഈ 2 എഞ്ചിനുകൾ നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഓവറോൾ ആയിട്ട് ഈ 18.27% ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ ഈ 2 എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, എഞ്ചിൻ 1 ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ മാത്രം എന്റേത് 6.34% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ FNO ട്രേഡിംഗിൽ നിന്ന് മാത്രം എന്റെ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോനെ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് എടുത്താൽ അത് നിയർലി 11.93 12% ഗ്രോത്ത് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും സമ്മ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ 18.27% എന്നുള്ള റിട്ടേണിലേക്ക് എത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഡബിൾ എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ, ഇത്ര അതിശക്തമായ റിട്ടേൺസ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ ഒരു ഓവറോൾ ലാർജർ സെൻസ് തരാനാണെങ്കിൽ ഇത് കറക്റ്റ് ഡേറ്റയാണ്, കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. എന്റെ പ്രൂഫ് എല്ലാം ഞാൻ അവസാനം കാണിച്ചു തരാം. ഈ വർഷം തുടങ്ങുമ്പോൾ എന്റെ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് സൈസ് 8.6 CR ആയിരുന്നു. വർഷാവസാനം ആയപ്പോഴേക്കും അത് 10.56 10.5 കോടി രൂപയായി. അതായത് ഇതിനിടയിൽ ഒരു 1.95 crores ഇൻക്രീസ് ആയത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഗെയിൻസ് മാത്രമല്ല, അതില് 0.52 CR അതായത് 52 ലക്ഷം രൂപ മാത്രമാണ് ഓൾറെഡി ഉണ്ടായ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് കിട്ടിയ ഗെയിൻസ്. ബാക്കിയുള്ള 1.43 crore ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്സ് ഞാൻ നടത്തിയതാണ്. ഈ 1.43 crore അപ്പൊ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമായി. ഈ 1.43 crore 1.01 crore നിയർലി 1 കോടിയുടെ ജസ്റ്റ് മേലെയുള്ള പൈസ എന്റെ FNO ട്രേഡിംഗിൽ നിന്ന് വന്ന ലാഭമാണ്. നിയർലി ഒരു 42 ലക്ഷം രൂപ ഞാൻ പുറത്തു നിന്ന് അല്ലാതെ എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ മൊമെന്റ് ആണ് എന്റെ ജീവിതത്തിൽ. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലാണ് എന്റെ ഓവറോൾ പോർട്ട്ഫോളിയോ 10 കോടി രൂപ എന്നുള്ള ഒരു മാജിക്കൽ നമ്പർ ഹിറ്റ് ചെയ്തത്. ഞാൻ ഒരു റീലിലും വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഗോള് 10 ലക്ഷം ആകണമെന്ന് എന്റെയും ആയിരുന്നു.
10 ലക്ഷം അല്ല, ഇൻഫാക്ട് ഒരു മാസം 1 ലക്ഷം രൂപ എങ്ങനെ ഏൺ ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. എങ്ങനെ ആദ്യമായി 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തുമെന്ന് സ്വപ്നം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ എന്റെ പോർട്ട്ഫോളിയോ സൈസ് 10 കോടി രൂപയായിരിക്കുന്നു. അപ്പൊ ഇത്രയും ഒക്കെ മനസ്സിലായപ്പോൾ ഒരു ലാർജർ ഓവറോൾ സെൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വളരെ പെട്ടെന്ന് പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോന്റെ അകത്തേക്ക് പോയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണേണ്ട വിഷയങ്ങളില്ലേ, എന്തൊക്കെയാണ് എന്റെ അസറ്റ് ക്ലാസ് അലോക്കേഷൻ, അതിനകത്തുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. അതിനുശേഷം അതുപോലെ തന്നെ FNO ട്രേഡിംഗിന്റെയും ഇൻസൈറ്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിന്റെ പെർഫോമൻസ് മാത്രമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 6.34% ആണ്. അപ്പൊ അതിന് ഞാൻ ഇവിടെ തൽക്കാലം കമ്പയർ ചെയ്യുന്നത് Nifty 500 Nifty 50 ആയിട്ടല്ല. കാരണം എന്താ, എനിക്ക് മിഡ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, സ്മോൾ ക്യാപ് ഉണ്ട്, ഫ്ലെക്സി ക്യാപ് ഉണ്ട്. അപ്പൊ ഞാൻ Nifty 500 കമ്പയർ ചെയ്യുന്നു. അപ്പൊ Nifty 500 2.58% നഷ്ടത്തിലാണ് വർഷത്തില്, 14.8% ഡ്രോ ഡൗൺ ഉണ്ട്. കമ്പാരിസണില് ഞാൻ 6.34% അപ്പാണ്, 8.27% മാത്രം ഡ്രോ ഡൗൺ ഉള്ളൂ. മച്ച് ബെറ്റർ പെർഫോമൻസ് എനിക്കുണ്ട്, 8.92% ആൽഫ ഉണ്ട്. അപ്പൊ വെറുതെ ഇത് വന്ന് ഷോ ഓഫ് ചെയ്ത് കാണിച്ചിട്ട് പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് വാല്യൂ തരണ്ടേ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ, ചോദ്യം എന്താ, മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആയപ്പോൾ എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പോലും, ട്രേഡിംഗ് അല്ല, എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പോലും എങ്ങനെ അപ്പായി ഞാൻ കാണിച്ചു തരാം. ഇതാ കാണുന്ന പോലെ ആ ഒരു 6% റിട്ടേൺസ് വന്നിരിക്കുന്നത് ഈ പറയുന്ന സംഭവങ്ങളിൽ നിന്നാണ്. മെജോറിറ്റി വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കിയേ, ഗോൾഡിൽ നിന്നാണ്. ഇതാ ഈ SGB രൂപത്തിലാണ് ഞാൻ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നത്. ആ ഗോൾഡിൽ നിന്ന് തന്നെയാണ് നിയർലി 5.28% റിട്ടേൺസ് വന്നത്. ബാക്കിയുള്ളതെല്ലാം വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഉള്ളത് സിൽവർ ആണ്, തേർഡ് ഉള്ളത് ഇന്റർനാഷണൽ ഇക്വിറ്റി ആണ്. ബാക്കിയുള്ളതിനെല്ലാം ചെറിയ കോൺട്രിബ്യൂഷൻ മാത്രമുള്ളൂ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടത്, ഗോൾഡിൽ നിന്നാണ് ഹയസ്റ്റ് റിട്ടേൺ, സിൽവറിൽ നിന്നാണ് സെക്കൻഡ് ഹയസ്റ്റ് റിട്ടേൺ, ഇന്റർനാഷണൽ ഇക്വിറ്റി US ഇക്വിറ്റിയിൽ നിന്നാണ് തേർഡ് ഹയസ്റ്റ് റിട്ടേൺ. ഇത് മൂന്നിനെയും പറ്റിയും അതിശക്തമായിട്ട് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസും ചെയ്തിട്ടുണ്ട്, പല റീൽസും ചെയ്തിട്ടുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഞാൻ പലതവണ പറഞ്ഞതാണ്. ഞാൻ അത് പ്രകാരം ആക്ട് ചെയ്തു, അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആയപ്പോൾ എന്റെ പോർട്ട്ഫോളിയോ ഡൗൺ ആയില്ല, ഇൻഫാക്ട് എന്റെ പോർട്ട്ഫോളിയോ അപ്പായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലെസൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്ത അതേപോലെ തന്നെ ഇന്ന് എന്റെ എൻറ്റയർ പോർട്ട്ഫോളിയോയിൽ എക്സാക്ട്ലി എന്തൊക്കെയുണ്ട് എന്നുള്ളത് വിശദമായി ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാം. ഏറ്റവും മുകളിൽ നോക്കിയേ, ഡെറ്റ് നിയർലി 32%, എന്തൊക്കെ അസറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫണ്ടുകളാണ് അതിലുള്ളത്, അതിൽ എത്ര രൂപയാണുള്ളത്, അതിൽ എത്ര വെയിറ്റേജ് ആണ് പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്നുള്ളത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വിശദമായിട്ട് നോക്കാം. ഗോൾഡ് നിയർലി 12.8% ആണ്, എന്തൊക്കെയുണ്ട് എന്ന് കാണുന്നുണ്ട്. സിൽവർ 3.6%, എക്വിറ്റി 47.6%. എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്ന് കാണുന്നില്ലേ. ഇന്റർനാഷണൽ ETF, ഈ 2 ETF ആണുള്ളത്, ആകെ 1.5% ഉള്ളൂ. ഞാൻ എന്റെ ലെസൺസിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. ആകെ 1.5% ഇന്റർനാഷണൽ ETF ഉള്ളൂ, എന്നാൽ പോലും അത് അത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള മനോഹാരിത കാണുന്നില്ലേ. ഏറ്റവും അവസാനം കുറച്ച് ഡയറക്റ്റ് സ്റ്റോക്സ് ഉണ്ട്. ഒരു 20 ലക്ഷത്തിന് ഞാൻ കുറച്ച് മൾട്ടി ബാഗർ ആകും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പൊ ഇതാ പോസ് ചെയ്ത് വിശദമായിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇതാണ് എന്റെ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആസ് ഓഫ് ദ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 25-26. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനത്തിനുള്ളിൽ എന്റെ അസറ്റ് ക്ലാസ് അലോക്കേഷൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതായത് 8.6 നിന്ന് 10.56 കോടിയിലേക്ക് എന്റെ പോർട്ട്ഫോളിയോ വളർന്നപ്പോൾ എക്വിറ്റി അലോക്കേഷൻ 46% നിന്ന് നിയർലി 46% തന്നെയാണ്, വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഡെറ്റ് 39% നിന്ന് 32% കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് 9 നിന്ന് 12.8% കൂടി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സിൽവർ നിയർലി 3.6% ഞാൻ ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ എക്വിറ്റീനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ അകത്തേക്ക് പോകാനാണെങ്കിൽ 5 കോടി രൂപയാണ് എനിക്ക് എക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അതിൽ 33% ലാർജ് ക്യാപ്പിലാണ്, നിയർലി 30% ഫ്ലെക്സി അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പിലാണ്, 20% മിഡ് ക്യാപ്പിലാണ്. ഡയറക്ട് സ്റ്റോക്സ് എല്ലാം തന്നെ നിയർലി സ്മോൾ ക്യാപ്പ് ആണ്. അപ്പൊ നിയർലി ഒരു 15% സ്മോൾ ക്യാപ്പ് ആണ്. പിന്നെ ഈ പറഞ്ഞ 3% ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ചെയ്യുന്ന പോലെ ഫുൾ ട്രാൻസ്പെറൻസിയിൽ എന്റെ ഇൻവെസ്റ്റിംഗ് എങ്ങനെയാണോ അത് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, അതായത് ഈ ഒരു രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷനും കമ്പോസിഷനും ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇത്ര മോശം ചെയ്തിട്ടും എന്റെ പോർട്ട്ഫോളിയോ നന്നായി പെർഫോം ചെയ്തത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് FNO ട്രേഡിംഗിലും ഇതുപോലുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിന്റെ, ഓപ്ഷൻ സെല്ലിംഗിന്റെ പെർഫോമൻസും ഡീറ്റെയിൽസും. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ കഴിഞ്ഞ വർഷം ഇതിന്റെ മുന്നത്തെ ഫൈനാൻഷ്യൽ ഇയർ അപ്ഡേറ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്, ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫയേഴ്സ് ബ്രോക്കറിലും IIFL എന്നുള്ള ബ്രോക്കറിലുമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മെയ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഫയേഴ്സിൽ നിന്നും
IIF നിന്നും ട്രേഡിംഗ് നിർത്തിയിട്ട് പൈസയും അതിലുള്ള അസറ്റ്സും എല്ലാം വിഡ്രോ ചെയ്ത്, അസറ്റ്സ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് എല്ലാം ഞാൻ അപ്സ്റ്റോക്സിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്കൊന്നൊരു മെയ് അവസാനമോ ജൂൺ മുതലോ ഫുൾ ട്രേഡിംഗ് നടന്നിരിക്കുന്നത് അപ്സ്റ്റോക്സിലാണ്. മുന്നിലേക്ക് പോകുമ്പോൾ എല്ലാ ബ്രോക്കറും ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്വിറ്റി കർവാണ്. വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവസാനമായപ്പോൾ ചെറിയൊരു സ്റ്റാഗ്നേഷൻ വന്നു. അപ്പൊ ഇവിടെ 1,03,00,000 രൂപയാണ് ടോട്ടൽ PNL, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, 1 കോടി രൂപയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പെർസെന്റേജ് ടേംസിലാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ഇവിടെ പെർസെന്റേജ് എങ്ങനെ നോക്കാം? സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 7.5 കോടി രൂപയുടെ മാർജിനൊക്കെ ശരിക്കും ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിന് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ രൂപയുടെ അസറ്റ്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്ലെഡ്ജ് ചെയ്ത്, ക്യാഷും വെക്കണമല്ലോ, ക്യാഷ് കമ്പണന്റ് കൂടി വെക്കണം നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ. അപ്പൊ ഒരു 7.5 കോടിയുടെ എക്സ്പോഷറിലെ ഞാൻ ശരിക്കും ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രേഡിംഗിന്റെ എന്റെ ROI എന്ന് പറയുന്നത് 13.7% ആണ്. പക്ഷെ ഇനി അങ്ങനെയല്ല, എന്റെ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആണ് എന്റെ ക്യാപിറ്റൽ എന്ന് കൂട്ടുകയാണെങ്കിലാണ് 11.93% എന്നുള്ള നമ്പർ വരുന്നത്. ആ നമ്പർ മാത്രമേ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളൂ. ഇൻഫ്ലേറ്റഡ് നമ്പർ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഡ്രോ ഡൗണിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വെറും 3.5% ഈ വർഷം ഡ്രോ ഡൗൺ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 3.5% ഡ്രോ ഡൗൺ വെച്ചിട്ട് നിയർലി 13-14% ഇയർലി റിട്ടേൺസ് എന്ന് പറയുന്നത് കാൽമാർ റേഷ്യോ എന്നൊരു സംഭവമുണ്ട്. റിട്ടേൺസ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡ്രോ ഡൗൺ നിയർലി 4 വരുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ നല്ല പെർഫോമൻസ് ആണ് പൊതുവെ ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് വൃത്തങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഒരു പെർഫോമൻസ്. അപ്പൊ എല്ലാ വർഷങ്ങളിലും ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാറുണ്ട്. എന്റെ FNO ട്രേഡിംഗ് പെർഫോമൻസിനോടൊപ്പം തന്നെ മാർക്കറ്റ് ഫീഡ് എന്ന എന്റെ പ്രൊഡക്റ്റിൽ എന്റെ യൂസേഴ്സിന്റെയും എന്റെ കസ്റ്റമേഴ്സിന്റെയും പെർഫോമൻസ് കൂടി ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം എന്താ, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മാർക്കറ്റ് ഫീഡിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ അതാണ് ട്രേഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ യൂസേഴ്സും കസ്റ്റമേഴ്സും എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു വർഷത്തെയും അപ്ഡേറ്റ് പറയാനാണെങ്കിൽ എല്ലാ യൂസേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഫൈനാൻഷ്യൽ ഇയറിലെ എല്ലാ ആഴ്ചകളും ട്രേഡ് ചെയ്തവരാണ് എങ്കിൽ അവരുടെ റിട്ടേൺസ് ഒരു 5 to 10% എന്നുള്ളൊരു റേഞ്ചിലായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു വർഷം മുൻപ് തന്നെ എല്ലാ യൂസേഴ്സിനും നമ്മൾ ആ ഡബിൾ എഞ്ചിൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അവരെല്ലാവരോടും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളും പൈസ വെച്ച്, ക്യാഷ് വെച്ച് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിന് പകരം അസറ്റ്സ് വാങ്ങിച്ച് അത് പ്ലെഡ്ജ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്നും അവർ എപ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്തത്, അവർ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്, അതിന്റെ ബേസിസിൽ അവർക്കും റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് FNO ട്രേഡിംഗിന്റെ ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ്. കുറച്ചും കൂടി വിശദമായും വ്യക്തമായും നോക്കുകയാണെങ്കിൽ ഓരോ മാസത്തെയും റിട്ടേൺസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മാസം അടിപൊളിയായിരുന്നു, നിയർലി 4.72% ഉണ്ടായി. ബാക്കി എല്ലാ മാസങ്ങളും 12 മാസങ്ങളിൽ 9 മാസങ്ങളിൽ ലാഭമായിരുന്നു. അവസാനത്തെ 3 മാസങ്ങൾ മാത്രം നഷ്ടം വന്നു. ബട്ട് ഓവറോൾ മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇതുകൂടി കണ്ട സ്ഥിതിക്ക് FNO ട്രേഡിംഗിന്റെ ഡീപ് ഡൈവ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അവസാനത്തെ സംഭവം 26-27 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് കയറുമ്പോൾ എന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ വിഷയം, ഞാൻ പലതവണ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ റിഗ്രറ്റും ഇതാണ്, കൂടുതൽ ഇന്റർനാഷണൽ ഇക്വിറ്റി ആഡ് ചെയ്യണം. 1.5% മാത്രമേ ഉള്ളൂ, അത് തീർച്ചയായിട്ടും കൂട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ എക്വിറ്റി കമ്പോണന്റിന്റെ 3% മാത്രമേ ഉള്ളൂ, അത് തീർച്ചയായിട്ടും കൂട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, FNO ട്രേഡിംഗ് സ്കെയിൽ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പെർഫോമൻസ് നല്ല സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു കാൽമാർ റേഷ്യോ ഉണ്ട്. അപ്പൊ മേ ബി കുറച്ചുകൂടി അസറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് എക്സ്പോഷർ കൂട്ടിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. 3, എന്റെ ഈ ഡയറക്റ്റ് സ്റ്റോക്ക് ബുക്ക് ഉണ്ടല്ലോ, അതിനൊന്ന് കൺസോൾഡേറ്റ് ചെയ്യണം, കുറച്ചുകൂടി നോക്കണം. 20 സ്റ്റോക്കോളം അതിലുണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടി കൂട്ടണോ, ഏതെങ്കിലും മോശമുണ്ടെങ്കിൽ കളയണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. 4, അതെ, റിയൽ എസ്റ്റേറ്റ് ഒന്ന് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. റീറ്റ്സ്, ഇൻവെറ്റ്സ് പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലൂടെയുള്ള പരിപാടികളല്ല, റിയൽ ഫിസിക്കൽ റിയൽ എസ്റ്റേറ്റിലൂടെ കുറച്ച് കളികൾ ആഡ് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം വളരെ റിയൽ ആണ്. കാരണം എന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ കണ്ടതുപോലെ 10 CR എന്നുള്ള വലിയൊരു നമ്പർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കുറെ ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ മാർക്കറ്റിൽ മാത്രം ഇടുന്നത് നല്ല ബുദ്ധിയല്ല. അതുപോലെ റിട്ടേൺസിനെ മാത്രം ചേസ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ഞാൻ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും 26-27 കടക്കുമ്പോൾ എന്റെ പ്ലാനുകൾ. അപ്പോൾ ഇനി വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപ്, ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് പ്രൂഫുകൾ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതെന്റെ IIFL ക്യാപിറ്റലിന്റെ PNL റിപ്പോർട്ടാണ്. ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും താഴെ ഓൾറെഡി കാണുന്നത് 25-26 ആണ്. നമുക്കിവിടെ ഷോ അടിച്ചാൽ ഇത് ലോഡാവും. ലാസ്റ്റ് പേജിലേക്ക് പോയാലാണ് നമുക്ക് PNL കാണാൻ സാധിക്കാം. 38,523 രൂപ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ IIFL ആദ്യത്തെ 1.5 മാസം 2 മാസം എന്തോ മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഫയേഴ്സിലേക്ക് വരാനാണെങ്കിൽ ഇതൊന്ന് റിഫ്രഷ് ചെയ്തോട്ടെ. യെസ്, ഫയേഴ്സ് റിഫ്രഷ് ആകുന്നുണ്ട്. വെരിഫൈഡ് PNL ഉണ്ട്. IIFL വെരിഫൈഡ് PNL ഇല്ല, ഫയേഴ്സിൽ വെരിഫൈഡ് PNL ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടൈം ഡ്യൂറേഷനും കാണിക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി എന്താ കാണേണ്ടത്? ഇനി കാണേണ്ടത് അപ്സ്റ്റോക്സ് ആണ്. അപ്സ്റ്റോക്സിൽ വന്നിട്ടുണ്ട്. അപ്സ്റ്റോക്സ് ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം. എക്വിറ്റി മാറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്കാം, പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ ആക്കാം, ഗെറ്റ് റിപ്പോർട്ട്സ് അടിക്കാം.
1.06 ക്രോർസിന്റെ ഗ്രോസ് PNL ഉണ്ട്, നെറ്റ് PNL 1.01 ക്രോർ. ലോങ് ടേം വെരിഫൈഡ് PNL അപ്സ്റ്റോക്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്താ, നിങ്ങളുടെ മുന്നിൽ ഇത് വന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ സെൻസിബിളിൽ വന്നിട്ട് വെരിഫൈഡ് ബൈ സെൻസിബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാ ദിവസങ്ങളുടെയും ഔട്ട് പോയ ഡേറ്റ് മാറ്റാം. ഇതാ ജനുവരി, ഡിസംബർ, നവംബർ, ഒക്ടോബർ എല്ലാ ദിവസങ്ങളുടെയും വെരിഫൈഡ് PNL സെൻസിബിളിൽ അവൈലബിൾ ആണ് എന്റെ അപ്സ്റ്റോക്സ് അക്കൗണ്ടിന്റെ. ഇതിന്റെ ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട്. എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും അവസാനമായിട്ട് എന്റെ ജിമെയിലിലേക്ക് വരാം. നമുക്കിവിടെ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മ്യൂച്വൽ ഫണ്ട് CAS എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ CDSL, നമ്മുടെ ഡെപ്പോസിറ്ററി ആയ CDSL അയക്കുന്ന നമ്മുടെ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ എന്റെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യാം. എല്ലാവരുടെയും പാൻ നമ്പർ തന്നെയായിരിക്കും പാസ്വേഡ്. അപ്പൊ അതടിച്ചാൽ ഈസി ആയിട്ട് കയറാം. ഇവരും കാണിക്കുന്നുണ്ട്. എന്റെ പേരാണ്, എന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ ആസ് ഓഫ് 31/3/2026, അതായത് ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡില് 10.56 ക്രോർ. അതിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ 10.45 ക്രോർ, മ്യൂച്വൽ ഫണ്ട് ഫോളിയോ 11 ലക്ഷം. അപ്പൊ ടോട്ടല് ഇതാണ് നമ്മൾ അവസാനം എത്തി എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതുപോലെ ഇതിന്റെ താഴേക്ക് വന്നത് 54 പേജ് ഉണ്ട്. ഇതിന്റെ താഴേക്ക് പോയ എല്ലാ അസറ്റ്സിന്റെയും എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സാധനമൊക്കെ ക്ലോഡിന് കൊടുത്തിട്ടാണ് ഞാൻ ആ എൻറ്റയർ ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്തത്. അപ്പൊ ഈ അവസാനം കാണിച്ചത് പ്രൂഫിന് വേണ്ട സാധനങ്ങളാണ്. റെലവന്റ് ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ ഒരു സമ്മറി പറയാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. കറക്റ്റ് സമയത്ത് നല്ല അലോക്കേഷനിൽ ഗോൾഡും സിൽവറും ആഡ് ചെയ്യാൻ പറ്റിയത് ശരിക്കും എനിക്ക് പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ഇക്വിറ്റി കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഇതിലും നന്നായനെ. തീർച്ചയായിട്ടും ഈ വർഷം അത് ബുദ്ധിപരമായി കൂട്ടാൻ ഞാൻ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി FNO ട്രേഡിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷം പോലെ തന്നെ ഓക്കേയിഷ് ആയ ഒരു വർഷം മാത്രമായിരുന്നു ഇതും. ഞാൻ പറയാറുള്ളത് പോലെ 15 മുതൽ 20%, ഇനി അതല്ല അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലൊക്കെയാണ് FNO ട്രേഡിംഗിൽ നിന്ന് ഞാൻ ചിലപ്പോഴൊക്കെ എക്സ്പെക്ട് ചെയ്യാറുള്ളത്. പക്ഷേ അതിന്റെ കുറച്ച് താഴെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്നാലും മാർക്കറ്റ് ഇത്ര മോശമായ ഒരു വർഷത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോവും ട്രേഡിംഗും ഒരുമിച്ച് വെച്ച് ഇത്ര നല്ലൊരു പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും വലിയൊരു വിന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല റിസ്ക്കും കുറച്ച് വെക്കാൻ സാധിച്ചു. ശരിയല്ലേ? സൂപ്പർ പെർഫോമൻസ് തന്നെയാണല്ലോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ട്രേഡിംഗിന്റെയും പെർഫോമൻസ് എന്താണെന്നും താഴെ കമന്റ് ചെയ്ത് അറിയിക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ അജണ്ട ശരിക്കും കഴിഞ്ഞു. പക്ഷേ വീഡിയോ നമുക്ക് അങ്ങനെ അങ്ങ് നിർത്താൻ സാധിക്കില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷാവസാനം സംഭവിച്ച ആ ഒരു മോശം കാര്യം കൂടി, വിഷമം തന്ന ആ ഒരു കാര്യം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമുണ്ട്. ചിലർക്കെങ്കിലും സംഭവം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റൂമേഴ്സും ഒക്കെ കേട്ട് കാണും. ഞാൻ കേട്ടത് ഷാരിഖിന് ട്രേഡിംഗിൽ നഷ്ടം വന്ന് കമ്പനി പൂട്ടിപ്പോയി, ഷാരിഖിനെ സെബി പിടിച്ച് ബാൻ ചെയ്തു എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റ് ഫീഡ് എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് കൂടി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ആണ്. അതായത് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്ട്രാറ്റജീസ് ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ട്രേഡ്സ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കലായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസർ വരുന്നു, പൈസ അവരുടെ സ്വന്തം ബ്രോക്കറിൽ അവർ ആഡ് ചെയ്യുന്നു, മാർക്കറ്റ് ഫീഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ഓപ്ഷൻസ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയിൽ എപ്പോൾ ഒരു ട്രേഡ് എൻട്രിയോ മോഡിഫിക്കേഷനോ എക്സിറ്റോ നടക്കുന്നോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ എക്സിക്യൂട്ട് ആകുന്നു. സ്ട്രാറ്റജികൾ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുമ്പോൾ അതുപോലെയുള്ള ലാഭവും നഷ്ടവും കസ്റ്റമറിന്റെ അക്കൗണ്ടിലും ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ല രീതിയിൽ അതിശക്തമായി തന്നെ ഞാൻ നടത്തി വരികയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്ത് വലിയ സക്സസിലേക്ക് എത്തിക്കണം എന്നതാണ് ശരിക്കും ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2021 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്സലറേറ്റർ ആയ Y കോമ്പിനേറ്ററിലേക്ക് മാർക്കറ്റ് ഫീഡിന് സെലക്ഷൻ കിട്ടിയിരുന്നു. അതിനുശേഷം വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു ഫണ്ടിങ്ങും റേസ് ചെയ്തിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയി ഏറ്റവും നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് വളരെ നല്ല കോർപ്പറേറ്റ് ഗവർണൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് നടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അവിടെയാണ് ഈ കഴിഞ്ഞ വർഷം സെബിയുടെ ഭാഗത്ത് നിന്ന് ആൽഗോ ട്രേഡിംഗിന്റെ റൗണ്ട് പുതിയ റെഗുലേഷനും അതിന്റെ കുറച്ച് നിയമങ്ങളും പുതിയ റൂൾസും വന്നത്. പ്രത്യക്ഷ അത് ഞങ്ങൾക്ക് വളരെ നല്ലതായിരുന്നു. ആൽഗോ ട്രേഡിംഗ് എന്ന ഇൻഡസ്ട്രിയെ ഫോർമലൈസ് ചെയ്ത് അംഗീകരിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നിയമമാണ് വന്നത്. പക്ഷേ അതിലെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിലനിന്ന ആ ഒരു രീതിയെയും ഞങ്ങൾ വളരാൻ ആഗ്രഹിച്ച ഡയറക്ഷനെയും ചലഞ്ച് ചെയ്തു. റെഗുലേഷനിലെ ചില പോയിന്റുകൾ പ്രകാരം ആൽഗോ ട്രേഡിംഗ് സ്ട്രാറ്റജീസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത യൂസേഴ്സ് എല്ലാ ദിവസവും രാവിലെ വന്ന് സ്വയം ലോഗിൻ ചെയ്താലേ ആൽഗോ റൺ ചെയ്യാൻ പാടുള്ളൂ.
ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡയറക്ഷനെ അഫക്ട് ചെയ്യുന്നതായിരുന്നു. കാരണം ഞങ്ങളുടെ യൂസേഴ്സിൽ കൂടുതൽ പേരും ട്രേഡേഴ്സിനേക്കാൾ ഉപരി ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. അവർക്ക് ഡെയിലി വന്ന് ആക്ഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റെഗുലേഷനിലെ ആ ഒരു പോയിന്റിനോട് ഞങ്ങൾ അഡിയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ യൂസേഴ്സിനോട് പറയേണ്ടി വരുമായിരുന്നു നിങ്ങൾ എല്ലാ ദിവസവും വന്ന് ലോഗിൻ ചെയ്യണമെന്ന്. അല്ല എങ്കിൽ ലീഗലി എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഒക്കെ കണ്ടെത്തി ഒരു ലീഗൽ ഗ്രേ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ഇത് രണ്ടും എന്റെയും എന്റെ സ്റ്റാർട്ടപ്പിന്റെയും പ്ലാൻസിനും വാല്യൂസിനും ചേരുന്നതായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ 2026 മാർച്ചിൽ എനിക്കും എന്റെ കോഫൗണ്ടർ സൂരജിനും ഞങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളായി കുറേയധികം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടി ബിൽഡ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് നിർത്തണമെന്ന്, പിവറ്റ് ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. 3 വർഷത്തിൽ ഞങ്ങൾ 2500 പരം യൂസേഴ്സിലേക്ക് എത്തി. 350 കോടിയോളം രൂപയാണ് നമ്മുടെ സ്ട്രാറ്റജീസിൽ ട്രേഡ് ചെയ്യപ്പെട്ടത്. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പൊസിഷനിലേക്കും എത്തി. അതെല്ലാമാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഞങ്ങളുടെ യൂസേഴ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായ സമയത്ത് അവരെ അറിയിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ ഞങ്ങൾ പ്രൊഡക്റ്റ് നിർത്തി. ലോങ് ടേം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ലാഭത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ ഫുള്ള് ട്രേഡ് ചെയ്തവരും ലാഭത്തിൽ തന്നെയായിരുന്നു. അവസാന മാസങ്ങളിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രം വളരെ ചെറിയ നഷ്ടത്തിൽ നിർത്തേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ ശരിക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇന്ന് എനിക്കും സൂരജിനും ഉറപ്പുണ്ട് ഞങ്ങൾ എടുത്ത തീരുമാനം ഏറ്റവും ശരിയായിരുന്നു എന്നുള്ളത്. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു എക്സ്റ്റേണൽ റീസൺ കാരണം, അതും റെഗുലേഷൻ പോലത്തെ ഒരു റീസൺ കാരണം പിവറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റും മോശവും ഇല്ല എന്നും ഇൻഫാക്ട് അത് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ശരിയെന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഫൈനാൻഷ്യൽ സർവീസസ് എന്ന ഈ ഒരു മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ലീഗലി കറക്റ്റ് ആവുക എന്നുള്ളതും ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതും ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും നിലനിർത്തുക എന്നുള്ളതും. അതുപോലെ തന്നെ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റാർട്ടപ്പ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാത്തത് ഒന്നും തന്നെ ഇപ്പോ ചെയ്യേണ്ട എന്ന ക്ലാരിറ്റിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, അപ്പോൾ എന്താണ് മാർക്കറ്റ് ഫീഡിന്റെ മുന്നിലേക്കുള്ള പ്ലാൻ എന്ന്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഹറി ചെയ്ത് ഒന്നും ചെയ്യാനൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇത്ര നാൾ പ്രൈമറി ചെയ്ത ആ മെയിൻ പ്രൊഡക്റ്റ് നിന്നുവെങ്കിലും 3 കാര്യങ്ങൾ കണ്ടിന്യൂ ആകുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യമുള്ളത്, എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ട്രേഡർ ആണല്ലോ, മാർക്കറ്റ് ഫീഡിലെ ട്രേഡിംഗ് പ്രൊഡക്റ്റേ നിന്നിട്ടുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടിയും കമ്പനിയുടെ ഇന്റേണൽ അക്കൗണ്ടിലും ട്രേഡിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. അടുത്ത വർഷവും ഇതുപോലൊരു PNL റിവ്യൂ പെർഫോമൻസ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ തന്നെ വരും. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന മറ്റൊരു സംഭവം, സോഷ്യൽ മീഡിയയിൽ എന്തായാലും ആക്റ്റീവ് ആയതാണ്. അത് അതുപോലെ തന്നെ വളരെ ആക്റ്റീവായി അത് ശക്തമായിട്ട് തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ എൻട്രി ഫിൻ അക്കാഡമിയുമായിട്ടുള്ള പാർട്ണർഷിപ്പും അത് ശക്തമായി മുന്നിലേക്ക് പോകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമെന്ന് മനസ്സിലാകുമ്പോഴും മാർക്കറ്റ് ഫീഡ് എന്ന പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ വൈ കോമ്പിനേറ്റർ ഞങ്ങളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ ഏതൊരു സ്റ്റാർട്ടപ്പും ചെയ്യേണ്ട ഏറ്റവും ബേസിക്സിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്താണത്? ഒരു സാധാരണ ആൾ പൈസയുടെ കാര്യത്തിൽ, അതായത് പേഴ്സണൽ ഫൈനാൻസിൽ നേരിടുന്ന വളരെ വലുതും വളരെ റിയലുമായ ഒരു ട്രൂ പ്രോബ്ലം കണ്ടെത്തി ആ പ്രോബ്ലത്തിന് ഒരു നല്ല സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി, അതായത് PMF പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് അതിലേക്ക് അതിശക്തമായ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഗ്രോ ചെയ്യിക്കുന്ന ഒരു പ്ലാനിലേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ടേംസിൽ പറയാനാണെങ്കിൽ ഒരു 0 to 1 ജേർണിയിലാണ് മാർക്കറ്റ് ഫീഡ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടൈംസ് ആണ്. അവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്നെയായിരിക്കും തരിക. അപ്പൊ അതുകൂടി പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാറുള്ളത് ട്രേഡിംഗ് PNLന്റെ അപ്ഡേറ്റ് എന്താണ്, പോർട്ട്ഫോളിയോന്റെ അപ്ഡേറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. എന്നാൽ ഇത്തവണ ജീവിതത്തിലെ ഇതുപോലുള്ള കുറച്ചുകൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടി ഞാൻ തരികയാണ്. അപ്പൊ എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യത്തിലും ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും അതിശക്തമായ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. എന്നാൽ എൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. എന്നാലും ഒരു വലിയ ഫീനിക്സ് പക്ഷിയെ പോലെ അതിശക്തമായിട്ട് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ തന്നെയാണ് പ്ലാൻ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു ബിറ്റർ സ്വീറ്റ് ഇയർ ആയിരുന്നു. അപ്പൊ ജീവിതം വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിശക്തമായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇപ്പൊ തുടങ്ങിയ വർഷത്തിലേക്കുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് അത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുക. അപ്പൊ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.